ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ ഉള്ളത്, ചാപ്റ്ററിൽ തന്നെ ഉള്ളത് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. നിങ്ങൾ വി ബി തിയറി പഠിച്ചതല്ലേ? കെമിക്കൽ ബോണ്ടിങ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലേ? ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറയുന്നുണ്ട്. വി ബി അപ്രോച്ചും ഉണ്ട്, മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ കുറച്ച് പേജുകൾ മറിച്ച് നോക്കണം അല്ലേ? അതിൽ വി ബി തിയറി പറഞ്ഞു. അതുകൂടാണ്ട് തന്നെ നമ്മൾ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി മില്ലിക്കൻ ആൻഡ് ഹണ്ട് എന്ന് പറഞ്ഞ് രണ്ട് സയൻറ്റിസ്റ്റുകളാണ് ഇതിനെക്കുറിച്ച് സ്റ്റഡി നടത്തി 1932. നമുക്കതൊന്നും നോക്കണ്ട. നമുക്ക് എന്താണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എന്ന് പറഞ്ഞത്? When two atomic orbitals are combined together, of different atoms are combined together, then എന്താ പറയുക, അവർ രണ്ടുപേരിങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ എന്താ പറയുന്നത്? a new orbital is formed എന്നാ പറയുന്നത്. When two atomic orbitals are combined together or approach each other, a new orbitals are formed called molecular orbital എന്നാ പറയുന്നത്. രണ്ട് ആറ്റങ്ങളിലെ അറ്റോമിക് ഓർബിറ്റൽ പരസ്പരം അടുത്തേക്ക് വരുമ്പോൾ ഒരാറ്റത്തിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങുന്നത്, ഇലക്ട്രോൺ റിവോൾവിംഗ് അറൗണ്ട് ദ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഒരു ആറ്റത്തിൽ എന്താ പറയുന്നത്? അറ്റോമിക് ഓർബിറ്റലാണ്. സോ ഇൻ ആൻ ആറ്റം ഇലക്ട്രോൺ ആർ പ്രസന്റ് ഇൻ അറ്റോമിക് ഓർബിറ്റൽ അല്ലേ? അങ്ങനെ പറയുമ്പോൾ രണ്ടാറ്റങ്ങൾ ഇലക്ട്രോണുകൾ അറ്റോമിക് ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാറ്റങ്ങൾ പരസ്പരം അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴും എന്താണ് ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഈ ഇലക്ട്രോൺ കറങ്ങുന്നത് ഈ ആറ്റത്തിന്റെ അറ്റോമിക് ഓർബിറ്റൽ, ഇതോ അടുത്ത ആറ്റത്തിന്റെ അറ്റോമിക് ഓർബിറ്റൽ. ഇങ്ങനെ കറങ്ങി രണ്ടാറ്റങ്ങൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഈ ഇലക്ട്രോൺ എന്ത് സംഭവിക്കുന്നു? അറ്റോമിക് ഓർബിറ്റിൽ കറങ്ങില്ല, വേറെ പുതിയൊരു ഓർബിറ്റലിലാണ് കറങ്ങുന്നത് എന്ന് വിളിക്കുന്നു. എന്ന് പറയുന്നത് അതിന് മോളിക്കുലാർ ഓർബിറ്റൽ. ഇപ്പൊ രണ്ട് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്ത് മോളിക്യൂൾ ഫോം ചെയ്യുമ്പോൾ ദ ഇലക്ട്രോൺസ് ആർ നോട്ട് പ്രസന്റ് ഇൻ ദ അറ്റോമിക് ഓർബിറ്റൽ ബട്ട് ദേ ആർ പ്രസന്റ് ഇൻ എ ന്യൂ ഓർബിറ്റൽ കോൾഡ് മോളിക്കുലാർ ഓർബിറ്റൽ. ഇപ്പൊ രണ്ട് ആറ്റങ്ങൾ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് പുതിയൊരു ഓർബിറ്റലാണ് മോളിക്യൂൾസ് അല്ലെ? മോളിക്യൂൾ ഫോം ചെയ്യുന്നതുകൊണ്ട് മോളിക്കുലാർ ഓർബിറ്റൽ ആണ് ഫോം ചെയ്യുന്നത്. അതാ പറയുന്നത്. അതാണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി പറയുന്നത്. When two atoms combine together, എന്താണ് ഒരുമിച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ a new orbital formed is called molecular orbital. അപ്പോൾ the orbital within the molecule is called molecular orbital and the electrons are under the influence of the nuclei of the bonded atoms. ഈ ബോണ്ടിൽ പങ്കെടുത്ത ആറ്റംസ് ഉണ്ടാവൂലേ, അവരുടെ ഇൻഫ്ലുവൻസിലായിക്കോളും ഇലക്ട്രോൺസുകൾ ഉണ്ടാവുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എക്സാമ്പിൾ ഞാൻ എസ് ഓർബിറ്റൽ കാണിക്കാം. ഒരു ന്യൂക്ലിയസ് ചുറ്റും ഇത് ഓർബിറ്റലാണ്, ഇത് ഓർബിറ്റൽ പ്ലസ് അടുത്ത ഇത് ന്യൂക്ലിയസ് ഓർബിറ്റലാട്ടോ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, വി ബി അപ്രോച്ച് എന്തായിരുന്നു? വി ബി അപ്രോച്ച് വാലൻസ് ബോണ്ട് അപ്രോച്ച് എന്തായിരുന്നു നിങ്ങൾ പഠിച്ചത്? വി ബി അപ്രോച്ചില് എന്താ പറയുന്നത്? ന്യൂക്ലിയസ് ഇത് ഇലക്ട്രോൺ കാണാനുള്ള പ്രോബബിലിറ്റി ആയിട്ടത് ഇത് അടുത്തത് നോക്കുക. പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺസ് ആണ് കാണിക്കുന്നത്. പ്രോബബിലിറ്റി ഇതാണ് ഓവർലാപ്പിംഗ് ഏരിയ. എന്താണിത്? രണ്ടാറ്റം കമ്പൈൻ ചെയ്യുന്നതും അപ്പോൾ ഓവർലാപ്പ് ചെയ്യുന്നു എന്ന് പറയാം. ഇതിന്റെ അറ്റോമിക് ഓർബിറ്റലും അടുത്ത ആറ്റത്തിന്റെ അറ്റോമിക് ഓർബിറ്റലും തമ്മിൽ എന്ത് ചെയ്യുന്നു? ഓവർലാപ്പ്. ദിസ് ഈസ് കോൾഡ് ഓവർലാപ്പിംഗ് ഏരിയ ആണ് പറയുന്നത്. ഇത് ന്യൂക്ലിയസ് ഇലക്ട്രോൺസ് കൂടുതലും എവിടെ സ്പെൻഡ് ചെയ്യും? ഇലക്ട്രോൺ, അതായത് ഈ ആറ്റത്തിന്റെ ഇലക്ട്രോണും വിൽ സ്പെൻഡ് മോർ ടൈം ബിറ്റ്വീൻ ദീസ് ടു ന്യൂക്ലിയൈ. രണ്ട് ന്യൂക്ലിയസിന് ഇടയിൽ എന്തായി കൂടുതൽ ടൈം ചെലവഴിക്കുമെന്നാ പറയുന്നത്. അവിടെ ആയിരിക്കും കൂടുതൽ ടൈം ഇരിക്കുന്നത്. ദിസ് ഈസ് ദ റീസൺ ദ പൊളാരിറ്റി ഈസ് ഡെവലപ്ഡ് നമ്മൾ പറയുന്നു അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് ആയി മാറുന്നുണ്ട്. ഈ ന്യൂക്ലിയസും ഈ നെഗറ്റീവ് ഇലക്ട്രോണും തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവും. ഈ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവും. ആസ് എ റിസൾട്ട് ദീസ് ടു ന്യൂക്ലിയൈ ആർ അട്രാക്റ്റഡ് ഇൻഡയറക്ട്ലി ഓർ ബൈ മീൻസ് ഓഫ് എന്താ പറയുന്നത്? ഇലക്ട്രോൺ പ്രസന്റ് ഇൻ ബിറ്റ്വീൻ ദീസ് ടു ന്യൂക്ലിയൈ. അതിനിടയിൽ കിടക്കുന്ന ന്യൂക്ലിയസ് ഇലക്ട്രോൺ വഴിയല്ലേ രണ്ടുപേരും അറ്റാച്ച് ചെയ്യുന്നത് ആണല്ലോ? ന്യൂക്ലിയസ് പോസിറ്റീവ് അല്ലേ? അട്രാക്ട് ചെയ്യോ? അപ്പൊ ഇടയിൽ കിടക്കുന്നതാണ്. അപ്പോൾ പറയുന്നത് ഇലക്ട്രോൺ സ്പെൻഡ് ചെയ്യുന്നു. ദർ ഈസ് നോ ന്യൂ ഓർബിറ്റൽ ഫോംഡ് ഇൻ വി ബി അപ്രോച്ച്. ആസ് പെർ വി ബി അപ്രോച്ച് അവിടെ ന്യൂ ഓർബിറ്റൽ ഫോം ചെയ്യുന്നില്ല. ഓവർലാപ്പിംഗ് ഏരിയ ഉണ്ട്. അവിടെ ഇലക്ട്രോൺ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യും. അതുകൊണ്ടാണ് ഈ രണ്ട് ന്യൂക്ലിയസും തമ്മിൽ അറ്റാച്ച് ചെയ്യാൻ കാരണം. ബൈ മീൻസ് ഓഫ് ഇലക്ട്രോൺ അല്ലെ? ഇലക്ട്രോൺ പ്രസന്റ് ബിറ്റ്വീൻ ദീസ് ടു ന്യൂക്ലിയൈ. രണ്ട് ഇലക്ട്രോൺ അവിടെ ന്യൂ ഓർബിറ്റൽ നോട്ട് ഫോംഡ്. ഒരിക്കലും ന്യൂ ഓർബിറ്റൽ ഉണ്ടാവുന്നില്ല. No new orbitals are formed as per VB approach.
ബട്ട് വേറാസ് മോളിക്കുലാർ ഓർബിറ്റൽ അപ്രോച്ച് പ്രകാരമാണെങ്കിൽ MO അപ്രോച്ച് മോളിക്കുലാർ ഓർബിറ്റൽ അപ്രോച്ച് ആണെങ്കിൽ ഇലക്ട്രോൺ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയസിന്റെ ഇടയ്ക്ക് എന്താണ് കണ്ടോ, ഇതാണ് നോക്കുക നിങ്ങൾ ഇവിടെ നോക്കുക, ഇലക്ട്രോൺസ് ഒക്കെ ഇവിടെ ഉണ്ടാവും കണ്ടോ പ്രോബബിലിറ്റി. ഇവിടെ നോക്കുക, ഇതാ രണ്ട് ന്യൂക്ലിയസിന്റെ ഇടയിലും പ്രോബബിലിറ്റി ഉണ്ട്. ഇവിടെ ചുറ്റും കിടന്ന് കറങ്ങി എല്ലാവർക്കും ചുറ്റുമായിട്ടാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ന്യൂക്ലിയരും. അപ്പോൾ ഇലക്ട്രോൺസ് എന്താ പറയുന്നത്, മോളിക്യൂൾസിനെ സംബന്ധിച്ചോളം മൊത്തത്തിലാണ് അവിടെ പറയുന്നത്. അവിടെ പുതിയൊരു ഓർബിറ്റലാണ് മോളിക്കുലാർ ഓർബിറ്റൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതാണ് മൊത്തത്തിൽ എന്താ പറയുന്നത്, മോളിക്കുലാർ ഓർബിറ്റലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. മോളിക്കുലാർ ഓർബിറ്റൽ, ആ മോളിക്കുലാർ ഓർബിറ്റലിലാണ് ഇലക്ട്രോൺ കിടന്ന് കറങ്ങുന്നത് എന്ന് പറയുന്നു. ഇവിടെ രണ്ട് ന്യൂക്ലിയസിന് ഇടയിലും ഇലക്ട്രോൺ കാണുന്നുണ്ട്. കൂടാണ്ട് പ്രോബബിലിറ്റി എല്ലാം ചുറ്റുമാണ്, രണ്ട് ന്യൂക്ലിയസിന് ചുറ്റുമുണ്ട് പ്രോബബിലിറ്റി എന്നാ പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല പറയുന്നത് ന്യൂ ഓർബിറ്റൽസ് ഒന്നും ചെയ്യുന്നില്ല. കുറച്ച് നേരം കൂടുതൽ ടൈം ഇലക്ട്രോൺ ഇതിനിടയിൽ സ്പെൻഡ് ചെയ്യുന്ന ഓവർലാപ്പിംഗ് ഏരിയയിൽ സ്പെൻഡ് ചെയ്യുന്നു. മെർജ് ചെയ്യുന്ന രണ്ട് ആറ്റത്തിന്റെ ഓർബിറ്റുകൾ മെർജ് ചെയ്യുന്ന ഏരിയയിൽ ഇലക്ട്രോൺ വിൽ സ്പെൻഡ് മോർ ടൈം. ഈ ടൈം ഇങ്ങനെയാണ് അവിടെ എന്താ പറയുന്നത്, ബോണ്ട് ഫോം, കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുന്നത് അപ്രോച്ച്. മോളിക്കുലർ അപ്രോച്ചിൽ അങ്ങനെയല്ല, രണ്ടാറ്റങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ന്യൂ ഓർബിറ്റൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, മോളിക്കുലാർ ഓർബിറ്റൽ, ആൻഡ് ഇലക്ട്രോൺസ് ആർ ഫൈൻ ഇൻ ദിസ് എന്താണ് ഇൻ ദിസ് ന്യൂ ഓർബിറ്റൽസ്, മോളിക്കുലർ ഓർബിറ്റൽസിലാണ് കാണുന്നത് എന്ന് പറയുന്നത്. ഇതാണ് മോളിക്കുലർ ഓർബിറ്റലിന്റെ അപ്രോച്ച് പറയുന്നത്. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ മോളിക്കുലർ ഓർബിറ്റൽ എന്താണെന്ന്? ശ്രദ്ധിക്കുക. അപ്പോൾ ഇലക്ട്രോൺ ഒരു ആറ്റത്തിനെ സംബന്ധിച്ചോളം ഇലക്ട്രോൺ പ്രോബബിലിറ്റി അറൗണ്ട് എ സിംഗിൾ ന്യൂക്ലിയസ് ആണ്. എന്നാൽ മോളിക്യൂളിനെ സംബന്ധിച്ചോളം ഇലക്ട്രോൺ പ്രോബബിലിറ്റി എന്താ പറയുന്നത്, എബൌട്ട് എന്താ ഇലക്ട്രോൺ പ്രോബബിലിറ്റി എവിടെ പറയുന്നത്, ബിറ്റ്വീൻ ദ ടു ന്യൂക്ലിയർ അല്ലെ, അറൗണ്ട് ദ ടു ന്യൂക്ലിയൈ ആണ് അവർ അതിന് ചുറ്റും. അവർക്ക് മൊത്തമായിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത് മോളിക്കുലർ ഓർബിറ്റൽ പറഞ്ഞിരിക്കുന്നത്. രണ്ട്, ഈ മോളിക്കുലർ ഓർബിറ്റൽ എന്നൊക്കെ പറയുന്നത് ദിസ് മീൻസ് ഓർ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് എനർജി, ഒരു ഊർജത്തിന്റെ ലെവലിനെ കാണിക്കുന്നു മോളിക്കുലർ ഓർബിറ്റൽ. ഇലക്ട്രോണിന്റെ അറ്റോമിക് ഓർബിറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോണ് എന്താ പറയാ ഇരിക്കുന്ന ആ എനർജിയിലല്ല ഇലക്ട്രോണുകൾ ഇരിക്കുന്നത് മോളിക്യൂൾ ഫോം ചെയ്യുമ്പോൾ. അതായത് അറ്റോമിക് ഓർബിറ്റൽ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഒരു ആറ്റം എടുക്കുമ്പോൾ ന്യൂക്ലിയസ്, ഫസ്റ്റ് ഷെല്ല്, സെക്കൻഡ് ഷെല്ല്, ഏതിലാണ് കൂടുതൽ എനർജി ഉള്ളത്, ഫസ്റ്റ് ഷെല്ലാണ് സെക്കൻഡ് ഷെല്ലാണ്? സെക്കൻഡ്. കാരണം ഇലക്ട്രോൺ നെഗറ്റീവ് ആണ്. ഇത്രയും ദൂരെ ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ എന്താണ് നിന്നും മാറി നിന്നിങ്ങനെ കറങ്ങണമെങ്കിൽ ഈ എനർജിക്ക് എന്താണ് ഈ പൊസിഷൻ, ഇവിടെയുള്ള ഇലക്ട്രോൺ എന്തുണ്ടാവും, എനർജി കൂടുതൽ വേണ്ടേ? അപ്പൊ സെക്കൻഡ് ഷെല്ലിനാണ് എനർജി കൂടുതൽ എന്ന് പറയുന്നത് അല്ലേ, നമുക്കറിയാലോ. അടുത്തത് തേർഡ് ഷെല്ലിന് എനർജി കൂടുതൽ. കാരണം എന്താണ്, ന്യൂക്ലിയസിൽ നിന്നുള്ള അട്രാക്ഷൻ എന്താണ് വളരെ അകന്നു നിൽക്കണം അതിന് അല്ലേ. ക്ലിയർ ആണോ? അതുമാതിരി മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയുന്നത് ദിസ് ഈസ് ഓൾസോ എ സ്റ്റേറ്റ് ഓഫ് എനർജി ആണ് പറഞ്ഞത്, ഒരു ഊർജത്തിന്റെ ഇലക്ട്രോൺ ഇരിക്കുന്ന ഒരു ലെവലാണ് കാണിക്കുന്നത്. ഇനി എത്ര അറ്റോമിക് ഓർബിറ്റലാണ് കമ്പൈൻ ചെയ്യുന്നത് അത്രയും മോളിക്കുലർ ഓർബിറ്റൽ ഫോം ചെയ്യുന്നു. നമ്മൾ ഹൈബ്രിഡൈസേഷൻ പറഞ്ഞില്ലേ, നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻഡ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോംഡ് പറയുന്ന മാതിരി ഇവിടെ മോളിക്കുലർ ഓർബിറ്റൽ പറയുന്നതും എത്ര എന്താണ് അറ്റോമിക് ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്യുന്നു, അഥവാ ഈ പറയുന്നു നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് എത്രയുണ്ടാവും, രണ്ട് ആറ്റത്തിന്റെ ചേരാണ്, എസും ഒരു എസും അടുത്ത എസും ചേരാണ് വിചാരിക്കാം. ഇപ്പൊ രണ്ടുപേര് ചേർന്നാൽ അത്രയും എത്രയുണ്ട്, രണ്ട് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു. ഇപ്പൊ നമ്പർ ഓഫ് മോളിക്കുലർ ഓർബിറ്റൽ ഫോം ചെയ്യുന്നത് എത്ര അറ്റോമിക് ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്യുന്നോ അത്രയും മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു. അപ്പൊ മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയുന്നത് ഒരു എനർജി, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് എനർജി, ഊർജത്തിന്റെ ഒരു അവസ്ഥയെ കാണിക്കുന്നതാണ്, മനസ്സിലാക്കുക. പിന്നെ മോളിക്കുലർ ഓർബിറ്റലിൽ എത്ര പേരുണ്ടാവുന്നോ, എത്ര അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്യുന്നു അത്രയും മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാവും. ശ്രദ്ധിക്കുക. അതിൽ പകുതി, ഇപ്പൊ രണ്ട് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി തന്നെ ഒന്ന്, രണ്ടിന്റെ പകുതി, ഒരെണ്ണം ലോവർ എനർജിയുള്ള മോളിക്കുലർ ഓർബിറ്റൽസും വേറെ ഒരെണ്ണം ഹയർ എനർജിയുള്ള മോളിക്കുലർ ഓർബിറ്റൽസുമാണ് ഉണ്ടാവുന്നത്. ഒരെണ്ണം ലോവർ എനർജി. എക്സാമ്പിൾ കാണിക്കുന്നത് ഞാൻ ഒരു ആറ്റത്തിന്റെ ഇവിടെ എനർജി, ഈ ഡയഗ്രാം കാണിക്കുന്നത് എനർജി മേലേക്ക് പോകുമ്പോൾ എനർജി കൂടുന്നു. ഇത് 1s ആണ് കാണിച്ചിരിക്കുന്നത്, ഇത് 1s, ഒരു ആറ്റത്തിന്റെ 1s. അപ്പൊ നമുക്ക് കോമ്പിനേഷൻ ഓവർലാപ്പ് ചെയ്യണമെങ്കിൽ ഒരു ആറ്റം മതി, രണ്ടാറ്റം വേണോ? കമ്പൈൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? രണ്ടാറ്റം. ഇപ്പൊ ഒരു ആറ്റത്തിന് ഇത് 1s, എ എന്ന് പറഞ്ഞ ആറ്റം, ബി എന്ന ആറ്റത്തിന്റെ അതേ 1sന് ഒരേ എനർജിയാണ്, ബി അല്ല അടുത്ത എ ആണ്, അടുത്ത എ ആണെന്ന് വിചാരിച്ചു നിങ്ങൾ, ഹൈഡ്രജൻ ആരെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഇവന്റെ ഇലക്ട്രോൺ കൊണ്ട് ഇവിടെ ഇലക്ട്രോൺ ഉണ്ടാവും, അതൊന്നും കാണിക്കുന്നില്ല.
ഇത് 1s ആണ് കാണിച്ചിരിക്കുന്നത്. 1s ഇത് 1s ആണ്. അപ്പോൾ എത്ര അറ്റോമിക് ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ? എന്താണ് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്? 2 എണ്ണം. അങ്ങനെ ചെയ്യുമ്പോൾ ഇവന്റ് ഒരേ എനർജിയാണ് നോക്കിയേ, ഒരേ ലെവലാണ് നോക്കിയ എനർജി, ഒരേ രീതിയിൽ വെച്ചാണ് ഒന്ന് നോക്കുക. രണ്ടും ഒരേ ലെവലിൽ വെച്ചിരിക്കുന്നു, ഒരു ലൈനിൽ വരച്ച് കഴിഞ്ഞാൽ അല്ലേ നോക്കുക. ഇതിൽ നിന്നും നോക്കുക, രണ്ടെണ്ണം ഈ രണ്ട് ഓർബിറ്റൽസ് മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാവുന്നത്. ഇത് അറ്റോമിക് ഓർബിറ്റല്ല, ഇതും അറ്റോമിക് ഓർബിറ്റൽ, ഇതും അറ്റോമിക് ഓർബിറ്റൽ, ഇത് അറ്റോമിക് ഓർബിറ്റൽ. നടുക്കുണ്ടായിരിക്കുന്നത് എന്താണ്? മോളിക്കുലർ ഓർബിറ്റൽസ്. അപ്പൊ എത്ര അറ്റോമിക് ഓർബിറ്റൽ? ഇത് ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ്. എത്ര അറ്റോമിക് ഓർബിറ്റൽ ഇവിടെ കമ്പൈൻ ചെയ്തിട്ടുണ്ട്? ഇവിടെ 2 എണ്ണം. ഈ അറ്റത്തിന്റെ 1s അടുത്ത അറ്റത്തിന്റെ 1s അല്ലെ? 2 അറ്റത്തിന്റെ അറ്റോമിക് ഓർബിറ്റൽ തമ്മിൽ ഓവർലാപ്പ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? 2 മോളിക്കുലർ ഓർബിറ്റൽ ഫോം ചെയ്തു. ഒന്ന് ഒരാളെ വിളിക്കുന്നു നോക്കുക, ഒരാളുടെ എനർജി നോക്കുക, ഇവന്റെ എനർജിന്റെക്കാൾ താഴെയാണോ നോക്കി. ഇവിടെ ഈ എനർജി നോക്കൂടാ, ഇതിന്റെ എനർജി ഇതാണെന്ന് ചോദിക്കുക. ഈ പോയിന്റ് ആണെങ്കിൽ ഇവിടെ എവിടെയാണ്? താഴെയല്ലേ? ഇതിന്റെ അറ്റോമിക് ഓർബിറ്റിനേക്കാൾ താഴെയാണ്. ഒരെണ്ണം നോക്കുക, ഈ അറ്റോമിക് ഓർബിറ്റിനേക്കാൾ എന്താണ് കൂടുതലാണ്. എത്ര ഉണ്ടാവും എനർജി? ഇതല്ലേ എനർജി വരുന്നത്? ഈ എനർജിയാണ്. ഇവിടുത്തെ എനർജിയോ ഡെൽറ്റ ആണെങ്കിൽ ഡെൽറ്റ ഡാഷ് എന്ന് കാണിക്കാൻ ഞാൻ. അപ്പോൾ ഒരെണ്ണം 2 മോളിക്കുലർ ഓർബിറ്റൽ ഫോം ചെയ്യുന്നുണ്ട്, ഒരെണ്ണം അറ്റോമിക് ഓർബിറ്റിനേക്കാൾ എനർജി താഴെയാണ്. ഡെൽറ്റ കാണിച്ചു കണ്ടോ? ഇവനും തമ്മിൽ ഡിഫറൻസ് ബിറ്റ്വീൻ അല്ലേ ഈ കാണിച്ചിരിക്കുന്നത്. ഓരോ മോളിക്കുലർ ഓർബിറ്റൽ നോക്കിയേ, മറ്റേ അറ്റോമിക് ഓർബിറ്റിനേക്കാൾ ഉയരത്തിലാണ്. അപ്പോൾ 2 മോളിക്കുലർ ഓർബിറ്റൽ ഫോം ചെയ്യുന്നു. എത്ര അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്യുന്നു അത്രയും മോളിക്കുലർ ഓർബിറ്റൽ ഫോം ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കാം, ക്ലിയർ ആണോ? അപ്പോൾ ഈ അറ്റോമിക് ഓർബിറ്റൽ ഇത് 1s ആണ്, ഇത് 1s ആണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മോളിക്കുലർ ഓർബിറ്റൽ നടുക്കാണ് മോളിക്കുലർ ഓർബിറ്റൽ കാണിക്കുന്നത്. ഇതിനെ സിഗ്മ 1s എന്ന് വിളിക്കും. ഇതിനെ സിഗ്മ ആസ്ട്രിക്സ് എന്താണ്? ആസ്ട്രിക്സ് അഥവാ സ്റ്റാർ എന്ന് പറഞ്ഞാലും മതി. സിഗ്മ സ്റ്റാർ എന്താണ്? ആസ്ട്രിക്സ് 1s എന്നാണ് വിളിക്കുന്നത്. കണ്ടോ? 1s എന്ന് പറഞ്ഞാൽ 1s അറ്റോമിക് ഓർബിറ്റൽ ചേർന്നിട്ട് സിഗ്മ എന്ന് പറഞ്ഞാൽ മോളിക്കുലർ ഓർബിറ്റൽ. ഇപ്പൊ മോളിക്കുലർ ഓർബിറ്റലിനെ കാണിക്കുന്നതാണ് സിഗ്മ എന്ന് കാണിക്കും. നമ്മൾ SPDF ഒക്കെ എന്താണ്? അറ്റോമിക് ഓർബിറ്റലിനെ കാണിക്കുന്ന മാതിരി മോളിക്കുലർ ഓർബിറ്റലിനെ ശ്രദ്ധിക്കുക, മോളിക്കുലർ ഓർബിറ്റലിനെ കാണിക്കുന്നത് സിഗ്മ എന്താണ്? പൈ ഡെൽറ്റ ഇങ്ങനെയുള്ള സിമ്പൽ ഉപയോഗിച്ചിട്ടാണ്. സിഗ്മ പൈ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ആരെ കാണിക്കാൻ ഉപയോഗിക്കുന്നതാണ്? മോളിക്കുലർ ഓർബിറ്റൽ. SPDF ഒക്കെ എന്തിനെ കാണിക്കുന്നു? അറ്റോമിക് ഓർബിറ്റലിന്. സിഗ്മ പൈ ഡെൽറ്റ എന്തിനെ കാണിക്കുന്നു? മോളിക്കുലർ ഓർബിറ്റൽ. നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ആറ്റത്തിന്റെ അറ്റോമിക് ഓർബിറ്റൽ ബോണ്ട് ഉണ്ടാവണമെങ്കിൽ 2 ആറ്റം വേണ്ടേ? ഓവർലാപ്പ് ചെയ്യണ്ടേ? അതേ എനർജി ലെവലിൽ തന്നെ വരയ്ക്കണം. അടുത്ത ആറ്റത്തിന്റെ 1s ചേർന്നാൽ എന്താണ്? 2 മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാവും. ഒന്ന് ആ അറ്റോമിക് ഓർബിറ്റിനേക്കാൾ ലോവർ എനർജിയും, ഒരെണ്ണം ആ അറ്റോമിക് ഓർബിറ്റിനേക്കാൾ ഹയർ എനർജിയും ഉണ്ടാവുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലായി നിങ്ങൾക്ക് അല്ലെ? 2 മോളിക്കുലർ ഓർബിറ്റൽ. ഇതിനെ വിളിക്കുന്ന പേരാണ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. എന്താണ്? എപ്പോഴും നമുക്കറിയാം ഒരു മോളിക്യൂൾ സ്റ്റേബിൾ ആവണമെങ്കിൽ എനർജി കൂടുതലാണോ കുറവാണോ? എനർജി കുറഞ്ഞാൽ മാത്രമാണ് സ്റ്റെബിലിറ്റി കൂടുന്നു പറയുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ എനർജി കുറവ് ആർക്കാണ്? ഇവനാണ് മോളിക്കുലർ ഓർബിറ്റൽ. ഏതിനാണ് എനർജി കുറവ്? ഇവനാണ് ഇത് എനർജി കുറവ്. അതുകൊണ്ട് ബോണ്ട് എനർജി കുറഞ്ഞാൽ ബോണ്ട് ഉണ്ടാവും, എനർജി കൂടിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ബോണ്ട് ഉണ്ടാവില്ല എന്നുള്ള മീനിങ് ആണ് അല്ലേ? എനർജി കൂടുകയാണെന്നുണ്ടെങ്കിൽ ബോണ്ട് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിനെ സിഗ്മ 1s ഇതിനെ വിളിക്കും ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. എന്ത് വിളിക്കുന്നു? ഇത് എനർജി ഈ ആസ്ട്രിക്സ് കാണിക്കുന്നത് എനർജി കൂടുതൽ ഉണ്ടെന്ന അർത്ഥം. ആസ്ട്രിക്സ് കാണിക്കുന്നത് ഇത് ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടോ? ഇതാണ് ആന്റി ബോണ്ടിങ് AMO. അപ്പോൾ നമുക്ക് എത്ര അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്യുന്നു ദാറ്റ് മച്ച് മോളിക്കുലർ ഓർബിറ്റൽസ് ആർ ഫോംഡ് അല്ലേ? അതിൽ ഹാഫ് എന്തായിക്കോളൂ? ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസും ആൻഡ് അതർ ഹാഫ് എന്തായിക്കോളൂ? ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ്. ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ഓൾവേസ് will have lower energy than the atomic orbital. Anti-bonding molecular orbitals will have higher energy than the atomic orbital. Atomic orbital higher energy ഉള്ളവൻ anti-bonding molecular orbital എന്ന് വിളിക്കുന്നു. ലോവർ എനർജി ഉള്ളവനെ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ട് അല്ലേ? അപ്പോൾ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി പ്രകാരം 2 ആറ്റങ്ങളുടെ അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്യുമ്പോൾ അഥവാ ഓവർലാപ്പ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നു? ന്യൂ ഓർബിറ്റൽ ഫോം ചെയ്യുന്നു. എന്താണ്? അറ്റോമിക് ആണോ? 2 ആറ്റങ്ങളിലെ അറ്റോമിക് ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്യുമ്പോൾ പുതിയ ഒരു ഓർബിറ്റൽ ഉണ്ടാവുന്നു. എന്താണ്? മോളിക്കുലർ ഓർബിറ്റൽ.
എത്ര അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്യുന്നു? 2. അങ്ങനെയാണെങ്കിൽ എത്ര മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാവും? 2. ഒന്ന് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും അടുത്തത് ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും. മോളിക്കുലർ ഓർബിറ്റലിനെ കാണിക്കുന്നത് സിഗ്മ പൈ ഡെൽറ്റ എന്നാണ് ഉപയോഗിച്ചിട്ടാണ്. ഇനി ഇവിടെ 1s ആണെങ്കിൽ അടുത്ത ആറ്റത്തിന്റെ 2s പാടില്ല. 1s എല്ലായ്പ്പോഴും എന്താണ് അറിയിക്കണം? 1s അല്ലേ? അങ്ങനെയാണ്. അതായത് പ്രോപ്പർ ഓറിയന്റേഷൻ ഉള്ളവരായിരിക്കണം ഉണ്ടാവേണ്ടത്. അതുകൂടാണ്ട് തന്നെ എന്താ പറയുന്നത്, ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ പി എക്സും ബി എക്സും പി വൈയും ആരുമായിട്ടാണ്? പി വൈയും പി സെറ്റും ആരാണ്? പി സെറ്റും. പ്രോപ്പർ ഓറിയന്റേഷൻ എന്താണ്? എക്സ് ആക്സിൽ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ കറക്കം. പി എക്സ് പി സെറ്റുമായിട്ടാണോ? പി എക്സ് ഏത് ഓറിയന്റേഷൻ ആയിട്ടുള്ളതിന്? അടുത്ത ആറ്റത്തിന് പി എക്സുമായിട്ട് പ്രോപ്പർ ഓറിയന്റേഷൻ ഉള്ളവർ തന്നെ ആയിരിക്കണം ഓവർലാപ്പ് ചെയ്യേണ്ടത് ഉണ്ടാവേണ്ടത്. കൂടാണ്ട് 1s ആണെങ്കിൽ 1s, 2s ആണെങ്കിൽ ആരായിട്ടാണ്? 2s അല്ലാണ്ട് 3sനോടാണോ? ഇല്ല. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്താ പറയുക, സെയിം ആയിട്ടുള്ള അറ്റോമിക് ഓർബിറ്റൽ ആയിരിക്കണം, ലെവലുള്ളവനായിരിക്കണം, ഓറിയന്റേഷൻ സെയിം ആയിരിക്കണം അല്ലേ? അങ്ങനെയുള്ളവർ തമ്മിൽ കമ്പൈൻ ചെയ്യാൻ പാടുള്ളൂ. ഡൗട്ട് ഉണ്ടോ? ശ്രദ്ധിക്കാം. ഇനി ഡെൽറ്റ എന്താണ്? ഡെൽറ്റ മൈനസ് എന്താണ്? ഡെൽറ്റ ഡാഷ് എന്താന്ന് പറയാം? അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്യുമ്പോൾ, 2 അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്യുമ്പോൾ 2 മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാവുന്നു. ബോണ്ടിങ് മറ്റത് ആന്റി ബോണ്ടിങ്. ശ്രദ്ധിക്കുക, ഈ അറ്റോമിക് ഓർബിറ്റലും ഈ പറയുന്ന ബോണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ഏതാണ്? ഏതാണ് എനർജി കാണിക്കുന്ന ഡിഫറൻസ്? ഇവിടെ നേരെ ലൈൻ വരയ്ക്കുക, ഒരു ഡോട്ടർ ലൈൻ വരയ്ക്കുക. ഇവിടെ നോക്കുക, ഈ ലെവലിൽ വരയ്ക്കുക. ഇത് തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ? ഇത് തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ കാണിച്ചിരിക്കുന്നത്? അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ദ അറ്റോമിക് ഓർബിറ്റൽ ആൻഡ് ദ difference between the atomic energy of the atomic orbital and the energy of ആരാണ്? bonding molecular orbital is called delta അല്ലേ? ഈ ഡെൽറ്റനെ വിളിക്കുന്നത് സ്റ്റെബിലൈസേഷൻ എനർജി. എന്താണ്? വാട്ട് ഇസ് കോൾഡ്? സ്റ്റെബിലൈസേഷൻ എനർജി. അപ്പൊ ഇനി എന്താണ് സ്റ്റെബിലൈസേഷൻ എനർജി എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കണം. എവിടെയെങ്കിലും നിങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ വാട്ട് ഇസ് സ്റ്റെബിലൈസേഷൻ? സ്റ്റേബിൾ ആകുക. സ്റ്റേബിൾ ആകുക എന്ന് പറഞ്ഞാൽ എനർജി കൂടുകയാണോ എനർജി കുറയണോ? മോളിക്യൂൾ കുറയുക. അപ്പൊ താഴെ ഉള്ളതല്ലേ സ്റ്റെബിലൈസേഷൻ. Stabilization energy is the energy difference between the atomic orbitals and the bonding molecular orbital. Clear ആണോ? And the delta dash എന്താണ്? The energy difference between the atomic orbital and anti-bonding molecular orbital തമ്മിലുള്ളതാണ് delta dash. അതിന് എന്ത് വിളിക്കുന്നു? സ്റ്റെബിലിറ്റി ഉണ്ടാവോ? ഡീസ്റ്റേബിൾ ആണോ? ഡീസ്റ്റെബിലൈസേഷൻ എനർജി. അത്രയേ ഉള്ളൂ, സ്റ്റേബിൾ ആവില്ല. അങ്ങനെയാണെങ്കിൽ ഈ എനർജിയാണ് സ്റ്റെബിലിറ്റി ഇല്ലായ്മ ചെയ്യുന്നത് മോളിക്യൂളിന്റെ. ഡീസ്റ്റെബിലൈസേഷൻ എനർജി. Destabilization. What is destabilization and stabilization energy എന്ന് ചോദിച്ചാൽ പറയണം. Stabilization energy is the energy difference between the atomic orbital and എന്താണ്? bonding molecular orbital അല്ല, bonding molecular orbital. And destabilization energy is the energy difference between atomic orbital and എന്താണ്? anti bonding. ഇതാണ് destabilization. ഡൗട്ട് ഉണ്ടോ? പിന്നെ പറയുന്നത് സെയിം എനർജി ഉള്ളവർ തമ്മിൽ എന്താണ് ഓവർലാപ്പ് ചെയ്യണം, ബോണ്ട് ഉണ്ടാവണം. ഇതാണ് 1s ആണെങ്കിൽ 2sനോട് ഒറ്റോ 1ന്റെ എനർജിയാണ് 2ന് 1sനേക്കാൾ കൂടുതലല്ലേ 2sന്. അപ്പൊ സെയിം എനർജി, ഇക്വാലന്റ് എനർജി ഉള്ള അറ്റോമിക് ഓർബിറ്റൽ. കൂടാണ്ട് ഓറിയന്റേഷൻ പി എക്സും പി സെറ്റും ആണോ? പി എക്സും പി എക്സും പി വൈയും പി വൈയും അല്ലേ? അങ്ങനെയാണ്. അപ്പൊ സിഗ്മ പൈ ഡെൽറ്റ ഇവരൊക്കെയാണ് എന്ത് പറയുന്നത്? ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിനെ കാണിക്കുന്നത്. ഇതിനെ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ കാണിക്കും. ആന്റി ബോണ്ടിങ്ങിനാണെങ്കിൽ ആസ്ട്രിക്സ് കാണിക്കും. സിഗ്മ ആസ്ട്രിക്, പൈ ആസ്ട്രിക്സ് അല്ലെ, ഡെൽറ്റ ആസ്ട്രിക്. ഇത് കാണിക്കുന്നത് ബോണ്ടിങ് ആണ്, ആന്റി ബോണ്ടിങ് ആണ്. എനർജി കൂടുതൽ ആർക്കാണ്? ആന്റി ബോണ്ടിങ്. അപ്പൊ ഇങ്ങനെ മുകളിൽ ആസ്ട്രിക്സ് കാണിക്കുകയാണെങ്കിൽ അത് ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. സിഗ്മ ഇത് സിഗ്മ 1s ആണെങ്കിൽ ഇതിന്റെ മുകളിൽ എന്ത് കാണിച്ചു? സിഗ്മ ആസ്ട്രിക്സ് എന്താണ്? 1s എന്ന് പറയണം. 1s അറ്റോമിക് ഓർബിറ്റൽ. അതുവഴി ഉണ്ടാവുന്ന മോളിക്കുലർ ഓർബിറ്റൽ സിഗ്മ 1s. കണ്ടോ? തിരിച്ചറിയാൻ പറ്റും. കേട്ടോ? ക്ലിയർ ആണോ? ഇതൊക്കെയാണ് മോളിക്കുലർ ഓർബിറ്റൽ. അപ്പോൾ മോളിക്കുലർ ഓർബിറ്റൽ തിയറി പ്രകാരം ഈ പറയുന്ന ഇതിൻ്റെ കുറച്ച് ഐഡിയാസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ദ പോസ്റ്റുലേറ്റ്സ് ഓഫ് മോളിക്കുലർ ഓർബിറ്റൽ തിയറിയാണ്. പ്രോപ്പർ ഓറിയന്റേഷൻ അറ്റോമിക് ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്യാൻ പാടുള്ളൂ. സെയിം എനർജി ഉള്ളവർ തമ്മിൽ ഓവർലാപ്പ് ചെയ്യാൻ പാടുള്ളൂ. എത്ര അറ്റോമിക് ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്യുന്നു അത്രയും എന്തുണ്ടാവുന്നുണ്ട്? മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാവുന്നുണ്ട്. പകുതി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും അതർ ഹാഫ് എന്തായിക്കോളും? ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലാണ്. സ്റ്റെബിലൈസേഷൻ എനർജി എന്താണ്? ഡീസ്റ്റെബിലൈസേഷൻ എനർജി എന്താണ്? ഇതൊക്കെ വി അപ്രോച്ചിൽ എന്തുണ്ടാവുന്നില്ല? ഇലക്ട്രോണിക് കെമിക്കൽ ബോണ്ട് ഉണ്ടാവുന്നത് എന്താണ്? ഇലക്ട്രോൺ എവിടെ സ്പെൻഡ് ചെയ്തുകൊണ്ടാണ്? 2 ന്യൂക്ലിയയ്ക്ക് ഇടയിൽ എന്താണ് സ്പെൻഡ് ചെയ്തു എന്ന് മാത്രമുള്ള എൻ്റെ ഇത്. അവിടെ പുതിയ ഓർബിറ്റലൊന്നും ഉണ്ടാവുന്നില്ല. വി ബി അപ്രോച്ച് ഇലക്ട്രോൺസ് ആർ നോട്ട് സിറ്റുവേറ്റഡ് ഇൻ എ ന്യൂ ഓർബിറ്റൽ ആസ് പെർ വി ബി തിയറി, ബട്ട് ആസ് പെർ MOS അപ്രോച്ച് ഇലക്ട്രോൺസ് ആർ സിറ്റുവേറ്റഡ് ഇൻ എ ന്യൂ ഓർബിറ്റൽ വെൻ molecules is formed അല്ലേ? when molecules are formed.
മോളിക്യൂൾസ് ഫോം ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ഇരിക്കുന്നു ഇൻ എ ന്യൂ ഓർബിറ്റൽ കോൾ മോളിക്കുലാർ ഓർബിറ്റൽ. ഇതാണ് മോളിക്കുലാർ ഓർബിറ്റൽ അല്ലേ? അങ്ങനെയാണ്. അപ്പോൾ എത്ര അറ്റോമിക് ഓർബിറ്റ് പങ്കെടുക്കുന്നു അത്രയും എന്താണ് മോളിക്കുലർ ഓർബിറ്റൽ. സിഗ്മ പൈ ഡെൽറ്റയൊക്കെയാണ് മോളിക്കുലർ ഓർബിറ്റിനെ കാണിക്കുന്നത്. ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റിനെ കാണിക്കുമ്പോൾ ഇങ്ങനെ ആസ്ട്രിക്സ് വരക്കാൻ പാടില്ല. ആസ്ട്രിക്സ് വരയ്ക്കുന്നത് ആന്റി ബോണ്ടിങ്ങിലാണ് ഇരിക്കുന്നത്. ക്ലിയർ ആണല്ലോ?